ഹലോ, ഇന്നത്തെ റെസിപ്പി അമ്പഴങ്ങ വെച്ച് പുളിശ്ശേരി തയ്യാറാക്കുന്നതാണ്. നല്ല പഴുത്ത അമ്പഴങ്ങ എടുത്ത് കുക്കറിൽ 1/4 കപ്പ് വെള്ളവും ഉപ്പും ചേർത്ത് മാറ്റി വയ്ക്കാം. പുളിശ്ശേരിയുടെ അരപ്പ് തയ്യാറാക്കാൻ 2 പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിടി തേങ്ങ തിരിക്കണം, 1/4 കപ്പ് വെള്ളവും 1/4 കപ്പ് തൈരും ചേർത്ത് അരച്ചെടുക്കാം. കുക്കറിൽ എടുത്ത് വെച്ച അമ്പഴങ്ങ 2 വിസിൽ വേവിച്ചെടുത്തതിന് ശേഷം അമ്പഴങ്ങയുടെ തോല് മാറ്റിയെടുക്കാം. ഇനി നമ്മുടെ പുളിശ്ശേരി തയ്യാറാക്കാം. പാത്രം ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് വേവിച്ച അമ്പഴങ്ങ, 1 കിഴക്കമുളകും, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തതിന് ശേഷം അരച്ച് വെച്ച അരപ്പും ചേർത്ത് അതിലേക്ക് കറിവേപ്പില, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 1 കപ്പ് കട്ട തൈരും നന്നായി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂൺ പഞ്ചസാരയോടെ ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം പുളിശ്ശേരിക്ക് കടുതാളിക്കാൻ എണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ച ചുമന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് അത് മൂത്ത് വരുമ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് താളിക്കാം. ഇനി 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ അമ്പഴങ്ങയിട്ട പുളിശ്ശേരി റെഡി.